അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതര മതസ്ഥരോട് സൗഹാർദ്ദം പുലർത്തേണ്ടത് അനിവാര്യമാണ്, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. എന്നാൽ അവരുടെ മതാചാരങ്ങളിൽ പങ്കാളിയാകുക എന്നത് മതസൗഹാർദ്ദമാണോ? എന്നാൽ ചില ആൾക്കാർ മതാചാരങ്ങളിൽ പങ്കാളിയാകുക എന്നത് അതാണ് മതസൗഹാർദ്ദമെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കേൾപ്പിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. അതിനുശേഷം നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കി പറയാം. മധുരമഹിത ലളിത കലകൾ വിരിയും മലർവാടി ശ്യാമസുന്ദര കേതകിടാരഭൂമി. ഈ പാട്ട് ഞാനിവിടെ പാടാനൊരു കാരണമുണ്ട്. ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും. ട്രാവൽ വ്ളോഗർ ആയിട്ടുള്ള നമ്മുടെ മഹി, അയാള് ദുർഗാ ക്ഷേത്രത്തിൽ തൻ്റെ നാട് കാണാൻ വന്ന, ദൈവത്തിന്റെ സ്വന്തം നാട് കാണാൻ വന്ന ടൂറിസ്റ്റുകളുമായിട്ട് പോയി. ഈ അമ്പലത്തിൽ പോയി തിരിച്ചു വന്നു. ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു, എയറിൽ കയറി. ഈ തുടക്കത്തിൽ പാടിയ പാട്ട് എന്തിനാണെന്നറിയോ? നമ്മുടെ ഈ ഒരു നാടിനെ കുറിച്ച് വർണ്ണിക്കുന്ന പാട്ടാ. ആ പാട്ട് ഒരു പക്ഷെ ടി വിയിൽ വരുമ്പോൾ നമുക്ക് നല്ല കോരിത്തരിച്ചിരുന്നു. ഇപ്പത് കേൾക്കുമ്പോൾ വീണ്ടും കോരിത്തരിക്കുന്നുണ്ട്. ശ്യാമസുന്ദര കേരകഠാര ഭൂമി എന്നാണ് തുടങ്ങുന്നത്. എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു അടിപൊളി നാട് എന്ന് പറയുമ്പോൾ പോലും നമ്മൾ ഒരു കാര്യവുമില്ലാതെ, ഒരു കാര്യവും അറിയാതെ തല്ലുകൂടുന്നു എന്നുള്ളതാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഒരു ചെറിയ ട്രെയിലർ കഷ്ണം ആദ്യം കാണാം. ഈ കാടന്ന ക്ഷേത്രത്തിലോട്ടാണ് നമ്മൾ വന്നത്. നമ്മളങ്ങനെ ചെരുപ്പൂരി ക്ഷേത്രത്തിലോട്ടാണ് നമ്മൾ വന്നത്. നമ്മളങ്ങനെ ചെരുപ്പൂരി അമ്പലത്തിലോട്ട് കയറിയിട്ടുണ്ട്. ടൂറിസ്റ്റുകളായിട്ട് കുറച്ച് ആളുകൾ നമ്മുടെ രാജ്യം കാണാൻ വരുന്നു, നമ്മുടെ നാട് കാണാൻ വരുന്നു. അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് നമ്മുടെ നാടിന്റെ പുത്രനായിട്ടുള്ള മഹീനാണ് അവരെ വരവേറ്റ് ആ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ആ അമ്പല നിവാസികൾക്കോ ചുറ്റിലുള്ള ആളുകൾക്കോ ഒന്നല്ല പ്രശ്നമുള്ളത് അങ്ങ് എവിടെയൊക്കെയോ കിടക്കുന്ന, എന്താണെന്ന് സംഭവിക്കുന്നത് പോലും അറിയാത്ത കുറെ ആളുകൾക്കാണെന്നുള്ളതാണ് പ്രധാനമായി പറയുന്ന കാര്യം. നിങ്ങൾ വീഡിയോ കണ്ടില്ലേ? അത് കുറച്ച് ദൈർഘ്യമുള്ള വീഡിയോ ആണ്. ഞാൻ എന്ത് ചെയ്യുന്നില്ല, മുഴുവനും പ്ലേ ചെയ്യുന്നില്ല, നമ്മുടെ സമയം കുറവുണ്ട്. ഏതായാലും ഇതുപോലെയുള്ള ചില വ്ളോഗേഴ്സാണ് ഇന്ന് മതസൗഹാർദ്ദം പഠിപ്പിക്കുന്നത്. അപ്പോൾ മതസൗഹാർദ്ദത്തിൻ്റെ കാര്യം നല്ല രസമായിരിക്കും. യഥാർത്ഥത്തിൽ എന്താണ് മതസൗഹാർദ്ദം? ഈ സന്ദീപ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബറാണ്. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മുസ്ലിം പള്ളിയിൽ മറ്റു മതസ്ഥർ വന്നു കൂടെ നിസ്കരിക്കലല്ല സന്ദീപ് മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതലല്ല മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. മതസൗഹാർദ്ദം വളരെ വ്യക്തമായി ഞങ്ങളുടെ മതം പഠിപ്പിച്ചിട്ടുണ്ട്. താങ്കൾ പല വീഡിയോയിലും ഇസ്ലാം മതത്തെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, സന്ദീപ് പഠിച്ച ഇസ്ലാമല്ല ഞങ്ങളുടെ ഇസ്ലാം. ഞങ്ങളുടെ ഇസ്ലാം വളരെ വ്യക്തവും സ്പഷ്ടവുമായ നിലയിൽ മതസൗഹാർദ്ദം പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജീവിക്കുമ്പോൾ മുശ്രിക്കീങ്ങളും ജൂതന്മാരും ക്രിസ്ത്യാനികളോടും ഒപ്പമാണ് അള്ളാഹുവിൻ്റെ റസൂൽ ജീവിച്ചത്. ഈ ജീവിക്കുന്ന കാലയളവിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചു ഉണ്ണുന്നവൻ നമ്മിൽ പെട്ടവനല്ല, അത് ഏതു മതസ്ഥരാണെങ്കിലും. ഇതാണ് യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദം. മറ്റുള്ളവരെ മതം നോക്കാതെ സഹായിക്കുക, മറ്റുള്ളവരെ മതം നോക്കാതെ സ്നേഹിക്കുക, ഇതാണ് മതസൗഹാർദ്ദം. മറ്റൊന്ന്, ഹിജ്റയുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തിയപ്പോൾ അവിടെ നെയ്റൂസ് എന്ന് പറയുന്നതും അതുപോലെ മഹർജിൻ എന്ന് പറയുന്ന രണ്ട് ആഘോഷങ്ങളുണ്ട്. ഈ രണ്ട് ആഘോഷങ്ങൾ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതിനേക്കാൾ ഉത്തമമായ രണ്ട് ആഘോഷം നിങ്ങൾക്കുണ്ട്. അത് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയുമാണ്, ചെറിയ പെരുന്നാളും ബലിപെരുന്നാളും. ഈ വാചകം മുസ്ലിങ്ങൾക്കുള്ളൊരു സന്ദേശമാണ്. മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കാളിയാകലല്ല, മറിച്ച്
നിങ്ങളുടെ മതത്തിൻ്റെ തനിമ അത് നിലനിർത്തിക്കൊണ്ട് മറ്റുള്ളവരോട് സ്നേഹബന്ധം പുലർത്തലാണ് യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദം. അതുകൊണ്ട് മതത്തിന് എതിരായി മതത്തിൽപ്പെട്ടവർ ചെയ്താൽ വിശുദ്ധ ഇസ്ലാമിൻ്റെ അനുയായികളാണെങ്കിൽ അത് ചോദ്യം ചെയ്യും. ഇന്ന് മറ്റു മതസ്ഥരാണെങ്കിൽ അവരുടെ ആചാര്യന്മാർ അവരും ചോദ്യം ചെയ്യട്ടെ. ഇതാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം നമുക്ക് നൽകുന്ന അനുമതിയും അംഗീകാരവും. അതുകൊണ്ട് നമ്മുടെ ഓരോ ആചാരങ്ങൾ അതിൻ്റെ തനിമയോടുകൂടി കാത്തു സൂക്ഷിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.